എമ്പുരാൻ സിനിമ കാണില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ലൂസിഫർ ഇഷ്ടപ്പെട്ടതിനാൽ എമ്പുരാനും കാണുമെന്ന് പറഞ്ഞിരുന്നു. ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിനിമകൾ പരാജയപ്പെടുമെന്നും FB പോസ്റ്റ്. ഭീഷണിപ്പെടുത്തിയും അവഹേളിച്ചും ഉള്ളടക്കത്തെ തിരുത്തിക്കുന്നത് ഭീരുത്വമെന്ന് VD സതീശൻ. എമ്പുരാന്റെ റീ എഡിറ്റഡ് പതിപ്പ് വ്യാഴാഴ്ച പ്രദർശനം ആരംഭിക്കും. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുഹൃത്തിനെ ചോദ്യം ചെയ്യും. IB ഉദ്യോഗസ്ഥനായ സുഹൃത്തിനായി അന്വേഷണം. സുഗാന്തിനോട് അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം. നടപടി മേഘയുടെ കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ. കൊച്ചിയിൽ രണ്ടിടങ്ങളിലായി വൻ ലഹരിവേട്ട. എളമക്കരയിൽ 1/2 കിലോ MDMA-യുമായി യുവാവ് പിടിയിലായത് മുഹമ്മദ് നിഷാദ്. ആലുവയിൽ 47 ഗ്രാം MDMA-യുമായി 53-കാരൻ പിടിയിൽ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമങ്ങളും തടയാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. ലഹരിയൊഴുക്ക് തടയാൻ കർമ്മ പദ്ധതികൾ തയ്യാറാക്കും. വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളും അധ്യാപകരും രക്ഷകർത്താക്കളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. രാസമാലിന്യം കൊണ്ട് പൊറുതിമുട്ടി കൊച്ചി അയ്യൻകുഴി നിവാസികൾ. കൊച്ചി റിഫൈനറിയിലെ രാസമാലിന്യം ദുസ്സഹമാക്കുന്നത് 45 കുടുംബങ്ങളുടെ ജീവിതം. ശുദ്ധജലത്തിനും ശുദ്ധവായുവിനും വേണ്ടിയുള്ള അയ്യൻകുഴി നിവാസികളുടെ സമരം 140 ദിവസം പിന്നിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ നിരസിച്ച് സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് വാദം. സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിലും സീറ്റ് വർധന പരിഗണനയിലില്ലെന്നും സർക്കാർ. കോതമംഗലത്തെ സ്വകാര്യ ഡെന്റൽ കോളേജിൽ സീറ്റ് വർധനവിന് അനുമതി. മ്യാൻമറിൽ ഭൂചലനത്തിൽ മരണം 1600 കടന്നു. 3500-ഓളം പേർക്ക് പരിക്ക്. കൂടുതൽ പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് 2 വിമാനങ്ങളും കൂടി മ്യാൻമറിൽ. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്തെത്തി. RSS മേധാവി മോഹൻ ഭാഗവതിനൊപ്പം വേദി പങ്കിടും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനം. BJP RSS അകൽച്ച പരിഹരിക്കുക സന്ദർശന ലക്ഷ്യം. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. ഒമാനിൽ പെരുന്നാൾ നാളെ. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാളിനായി അവസാനവട്ട ഒരുക്കത്തിൽ വിശ്വാസികൾ. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് തുടർച്ചയായ 2ാം തോൽവി. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ജയം 36 റൺസിന്. ഇന്ന് ഡൽഹി ഹൈദരാബാദിനെയും ചെന്നൈ രാജസ്ഥാനെയും നേരിടും.